Hi friends, welcome back to our channel. ഇന്ന് നമുക്ക് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ പറയാ, നമ്മൾ ഫുഡ് തന്നെയാണ് കേട്ടോ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. അതായത് കേക്ക് ഇൻ എ ജാർ, അതാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് റെഡ് വെൽവെറ്റ് കേക്കാണ്. അപ്പോൾ റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഞാനത് ഒന്ന് ലെയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ റൗണ്ട് പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ചെണ്ണം ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെ വേണേലും നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതായത് ഒരു മേസൺ ജാർ എടുക്കുക, ഏതെങ്കിലും എന്താ പറയുക ഗ്ലാസിന്റെ ടൈപ്പ് ജാർ എടുക്കുക. അപ്പോൾ ഇതിനകത്തേക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തത്, അതായത് ഇതിന്റെ വട്ടത്തിൽ തന്നെ കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തത്. അതായത് ഇതിന്റെ അടപ്പ് വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ അത് ഇങ്ങനെ ഉള്ളിട്ട് വെച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ. ഇനി ഇതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അതായത് നമ്മള് എന്താ പറയാ റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കില്ലേ, അത് തന്നെ നമ്മളൊരു ജാറിലാക്കി ഉണ്ടാക്കിയെടുക്കണം, അത്രയേ ഉള്ളൂ. ഷുഗർ സിറപ്പ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കണുള്ളൂ കേട്ടോ. നടുക്ക് മാത്രം ഒന്ന് ആക്കി കൊടുക്കണുള്ളൂ. കണ്ടാ അതായിട്ടുണ്ട്. പിന്നെ അടുത്തത് വേണ്ടത് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ്. അതായത് റെഡ് വെൽവെറ്റിന് നമ്മൾ സാധാരണ വിപ്പിംഗ് ക്രീം വെറുതെ ഇങ്ങനെ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള അതല്ല നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അതിന്റെ കൂട്ടത്തിൽ ചീസും കൂടെ ചേർക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ ക്രീം വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. എങ്ങനെയാണെങ്കിലും ഇതിന് സാധാരണയായിട്ട് ടേസ്റ്റ് റെഡ് വെൽവെറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു ടേസ്റ്റ് വരുന്നത് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് കേട്ടോ. അപ്പൊ ഈ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കിൽ അത് തന്നെ എല്ലാം ഉൾപ്പെടുത്തിയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അത് തന്നെ സെയിം തന്നെ. ഈ ക്രീമൊക്കെ എത്രയൊക്കെ വേണമെന്നുള്ള നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ലെയർ നമുക്ക് വെച്ചു കൊടുക്കാം. അടുത്ത ലെയർ ഞാൻ ഈ പീസസ് ആണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത്. ഇനി ഇതിന്റെ മുകളിലിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഒന്നാക്കി കൊടുക്കാം. പിന്നെ വീണ്ടും ക്രീം. അപ്പോൾ ഇനി ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് ഇത് തന്നെ വെച്ചു കൊടുക്കാം. ഞാൻ ഇത് റൗണ്ട് തന്നെ കേട്ടോ കട്ട് ചെയ്തെടുത്തത്. കാരണം ആ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കണേക്കാളും എളുപ്പമായിട്ടുള്ളത് ഇങ്ങനെ റൗണ്ട് കട്ട് ചെയ്തെടുക്കണേ കേട്ടോ. അപ്പൊ ഇതുപോലെ കട്ട് ചെയ്തെടുത്തേച്ചാൽ പറ്റും നിങ്ങൾ. ഇനി ഇതിന് മുകളിലായിട്ട് ഷുഗർ സിറപ്പ് കുറച്ചൊന്ന് ആക്കി കൊടുക്കാം. പിന്നെ നമ്മുടെ ഫ്രോസ്റ്റിംഗ്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അടച്ചു വെക്കാം. അപ്പോൾ ഇനി അടുത്തത് ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തും ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിന്റെ ഡെക്കറേഷൻ കഴിഞ്ഞിട്ടില്ല. ഡെക്കറേഷൻ പാർട്ട് ഉണ്ടല്ലോ, ഒരു ബോയൊക്കെ കെട്ടി കൊടുക്കാട്ടോ. എന്തായാലും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കല്ലേ, ഇച്ചിരി മൊഞ്ചായിട്ടിരുന്നോട്ടെ. പിന്നെ ഈ ബോയിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയൊക്കെ ഇടണമെങ്കിൽ അങ്ങനെയൊക്കെ എഴുതിയൊക്കെ ഇടാട്ടോ, നല്ല രസമായിരിക്കും അപ്പോൾ കാണാനായിട്ട്. അപ്പോൾ അതാ നമ്മുടെ ജാറിലുള്ള റെഡ് വെൽവെറ്റ് കേക്ക് ആ ഒരു ഫുൾ സെറ്റപ്പോട് കൂടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതായത് ഇതുപോലത്തെ ഒരു ക്ലിപ്പ്, പിന്നെ ഒരു ചെറിയൊരു എഴുതി വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു റോസ, പിന്നെ കുറച്ച് ബീഡ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. റോസയുടെ മെഴുകുതിരി ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ ഉരുകി തീർന്ന മെഴുകുതിരിയുടെയൊക്കെ വേസ്റ്റ് ഉണ്ടാവില്ലേ, അത് വെച്ചിട്ടും പിന്നെ അതിന് കളറ് ചേർത്തത് കുട്ടികളുടെ ക്രയോൺസ് ഇല്ലേ, അതും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു മെഴുകുതിരിയാണ് കേട്ടോ അത്. പിന്നെ അപ്പോൾ നമ്മുടെ ഫുൾ സെറ്റപ്പ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ മെഴുകുതിരി ഒന്ന് കത്തിക്കാം, എന്നിട്ട് നമുക്കത് അതെ നമുക്ക് വാലന്റൈൻസ് ഡേ എൻജോയ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങളുടെ ഹസ്ബൻഡിന് ഇടയ്ക്കൊരു സർപ്രൈസ് ഒക്കെ കൊടുക്കാൻ ആർക്കും ഇഷ്ടമില്ലാത്ത, അപ്പോൾ ഹസ്ബൻഡിന് ഒരു സർപ്രൈസ് ഒക്കെ കൊടുക്കുക. അപ്പോൾ ഇതെങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്.